കുവൈറ്റിൽ നേഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നേഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ സ്വദേശി സൂരജ്, എറണാകുളം കീഴിലം സ്വദേശിയായ ഭാര്യ വിൻസി തോമസ് എന്നിവരാണ് മരിച്ചത്. ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. വിവാഹം ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷം ദീർഘകാല പ്രണയം സാഫല്യമാക്കിയായിരുന്നു സൂരജും ബിൻസിയും വിവാഹിതരായത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്തതിനിടെയാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടിയിരുന്നു. ഇതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലിയും ലഭിച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു. സൂരജിന്റെ ക്ഷിപ്രകോപം കല്ലുകടിയായി ദമ്പതികളുടെ ജീവിതത്തിൽ കടന്നു വന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണ് സൂരജ്. ദേഷ്യം വന്നാൽ എന്തും ചെയ്യും അപകടകാരി. സൂരജ് സംശയരോഗിയായിരുന്നുവെന്നും സൂചനയുണ്ട്. ജീവിതം കൂടുതൽ പച്ചപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. അഞ്ചാമത്തെ വട്ട പരീക്ഷ എഴുതി പാസ്സായതോടെ 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു. അതിനിടെ ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു. 2 ദിവസം മുൻപ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ചു അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നുവെന്നാണ് ഇവരുടെ കൂട്ടുകാർ പറയുന്നത്. ഇരുവരും മരിച്ചതോടെ 2 കുഞ്ഞുങ്ങൾ അനാഥരായി. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കിയത്. 4 ദിവസം മുൻപ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം തയ്യാറാക്കുന്നതിന്. ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാന ഫലമായിരുന്നു. എന്നാലും സൂരജിന്റെ സംശയരോഗം എല്ലാം തകർത്തു. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായെന്നായിരുന്നു സംശയം. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. സംഭവത്തിന് ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞുവെന്നും റിപ്പോർട്ട്. പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളതുകൊണ്ട് കുട്ടികളെ കൂടെ കൊണ്ടുപോകാത്തത്. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞു. ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തിയിരുന്നു. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയിലെ താമസ സ്ഥലത്ത് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 12 വർഷത്തോളമായി ഇവർ കുവൈറ്റിലുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ദുരന്തം. 12 വർഷങ്ങളായി കുവൈറ്റിലാണ്. ഈസ്റ്ററിന് തൊട്ടു മുൻപാണ് ബിൻസി അവധിയെടുത്തത്. ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടികൾ എല്ലാം പൂർത്തിയാക്കിയതാണ്. സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൂരജിന്റെ ബന്ധു പറയുന്നു. ഇവർക്ക് 3-ാം ക്ലാസ്സിലും UKGയിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ്. സൂരജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത്. ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സാണ്. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിലെത്തിയത്. അതിനുശേഷമാണ് ദാരുണ സംഭവങ്ങൾ അരങ്ങേറിയത്. മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിലെത്തിയേക്കാം. സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നഴ്സാണ്. ഇളയ സഹോദരി സുമി ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുണ്ട്.